നവംബർ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു മരിച്ചുപോയവരോടും ജീവിച്ചിരിക്കുന്നവരോടും എന്നോടുമുള്ള ചില ഉത്തരവാദിത്തങ്ങൾ. മരിച്ചുപോയവരെ നമുക്ക് പ്രാർത്ഥനകളിൽ ഓർക്കാം. ശുദ്ധീകരാത്മാക്കളെ നമുക്ക് സാധിക്കുന്ന വിധമെല്ലാം സഹായിക്കാം. വിശുദ്ധ കുർബാനകൾ അർപ്പിച്ചും ജപമാലയും മറ്റു പ്രാർത്ഥനകളും ചൊല്ലി കാഴ്ചവെച്ചും പരിഹാര പ്രവൃത്തികൾ, പരിത്യാഗ പ്രവൃത്തികൾ, സുഹൃതങ്ങൾ എന്നിവ കാഴ്ചവെച്ചും നമുക്കവരെ പരമാവധി സഹായിക്കാം. ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നരകത്തിലോ ശുദ്ധീകരണ സ്ഥലത്തോ പോകാതിരിക്കാൻ തക്കവിധം ഈ ജീവിതം നയിക്കാൻ എല്ലാവരെയും സഹായിക്കണമേ എന്ന്. എനിക്ക് വേണ്ടിയും ചിലത് നവംബറിൽ ചെയ്യുവാൻ ഓർക്കാം. പാപത്തെ വെറുത്തുപേക്ഷിച്ചും ചെയ്തുപോയ പാപങ്ങളോർത്ത് ശരിയായി അനുതപിച്ച് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചും ഉചിതമായ പരിഹാര പ്രവൃത്തികൾ അവയ്ക്ക് വേണ്ടി ചെയ്തും കൂദാശകൾ പരമാവധി പ്രയോജനപ്പെടുത്തിയും സഭ നൽകിയിരിക്കുന്ന ദണ്ഡവിമോചന സാധ്യതകൾ പരമാവധി ഭൂമിയിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന കർത്തവ്യങ്ങൾ അനുനിമിഷം വിശുദ്ധിയിലും വിശ്വസ്തതയിലും നിർവഹിച്ചും ദൈവത്തിന്റെ കൃപാവരത്തിലും സൗഹൃദത്തിലും പൂർണ്ണമായി വിശുദ്ധീകരിക്കപ്പെട്ട് പരിശുദ്ധ തൃത്വത്തോട് പൂർണ്ണമായി ഐക്യപ്പെട്ട് മരിക്കുക വഴി സ്വർഗത്തിൽ നേരിട്ട് പ്രവേശിക്കുന്നതിനായി തീക്ഷ്ണതയോടും ജാഗ്രതയോടും സ്ഥിരതയോടും കഠിനാധ്വാനം ചെയ്യാം. മാലാഖമാരുടെയും വിശുദ്ധരുടെയും സഹായത്തിലും അമലോത്ഭവയും നിത്യകന്യകയും ദൈവമാതാവുമായ മറിയത്തിന്റെ മാതൃസഹായത്തിലും നമുക്ക് സ്നേഹപൂർവ്വം ആശ്രയിക്കാം.